ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രമെടുത്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറി തിയേറ്ററുകൾ ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റിനെ കുറിച്ചും റിലീസ് സമയത്തെക്കുറിച്ചും പങ്കുവെക്കാനാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, വൈശാഖ് നായർ, ജഗദീഷ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ ജിത്തു അഷ്റഫ് അണിയിച്ചിറക്കി കഴിഞ്ഞ മാസം ഫെബ്രുവരി 20 തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം 4 വാരം വരെ ബോക്സ് ഓഫീസിലും അതോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോയിലും ട്രെൻഡിംഗ് ആയിട്ട് നിന്ന ചിത്രമായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ചിത്രം 50 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന പ്രത്യേകത ഇതിനോടൊപ്പം തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന് ഒരു സർപ്രൈസ് OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ആണ്. നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് ഇന്ന് രാത്രി ഈ ഒരു സിനിമയുടെ സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. ഇന്ന് മിഡ് നൈറ്റ് ഏകദേശം 12 മണിയോടുകൂടി നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഓർമ്മ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ സിനിമയുടെ OTT റിലീസിനായിട്ടും അവിടെ പല OTTയുടെ വിജയത്തിനായിട്ടും. അപ്പോൾ ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.